ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധനയിൽ 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആലുവ റൂറൽ SP സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. വിദേശത്ത് നിന്ന് എത്തിയ വൈപ്പിൻ സ്വദേശി ആയുഷ്, ഭാര്യ അനിഖ എന്നിവർ പിടിയിലായി. ആജ്ഞയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, എങ്ങനെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള ഈ നീക്കം? എങ്ങനെയാണ് ഇവരെ പിടികൂടിയത്? ഭാര്യയും ഭർത്താവും ചേർന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശം. ഹരികൃഷ്ണൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ താമസിക്കുന്ന ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട പോലീസിന് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഇവർ താമസിക്കുന്ന ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട പോലീസ് നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. തുടർച്ചയായുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആശിഷിന്റെ കയ്യിൽ നിന്നും ആദ്യം 1.5 കിലോ കഞ്ചാവ് പിടികൂടുന്നത്. 1.5 കിലോ കഞ്ചാവായിരുന്നു ആദ്യം പോലീസിന് ലഭിച്ചത്. പിന്നീട് ആശിഷിനെ ചോദ്യം ചെയ്ത സാഹചര്യത്തിലാണ് ആശിഷും ഭാര്യ അനിഖയും രണ്ടുപേരും എറണാകുളം വൈപ്പിൻ സ്വദേശികളാണ്, ഞാറക്കൽ സ്വദേശികളാണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയായിരുന്നു കഴിഞ്ഞ 15 ദിവസമായി. ഈ കച്ചവടം ഉദ്ദേശിച്ച് തന്നെയാണ് അവർ അവിടെ എത്തിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്ര അധികം കഞ്ചാവുകൾ പിന്നീട് കയ്യിലുണ്ട്, അതായത് 16 കിലോളം കഞ്ചാവ് ഇവരുടെ കൈവശമുണ്ട് എന്ന് കണ്ടെത്തിയത് പിന്നീട് ഈ ചോദ്യം ചെയ്യലിന് ശേഷമാണ്. അതായത് 1.5 കിലോ കഞ്ചാവ് ആദ്യം പിടികൂടുന്നു. അതിനുശേഷം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരുന്ന സാഹചര്യത്തിലാണ് ഫ്ളാറ്റിൽ ബാക്കി കഞ്ചാവ് കൂടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത്. 16 കിലോ കഞ്ചാവ് എന്ന് പറയുമ്പോൾ ഇത് ഹൈബ്രിഡ് കഞ്ചാവാണ്. അതായത് 1 കിലോ കഞ്ചാവിൻ്റെ വില ഏതാണ്ട് വിപണി വില, അതായത് പ്രാദേശിക വിപണി വില തന്നെ ഏതാണ്ട് 1 കോടിയിലധികം വരുമെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ഒരു മൂല്യം ഉയരുന്ന തരത്തിലേക്കാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള 18 കിലോ കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. അതായത് ആലുവ റൂറൽ SP S സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ വിദേശത്തുനിന്നും കടത്തിയ കഞ്ചാവാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവർ രണ്ടുപേരും മലയാളികളാണ്. ഇവരുടെ അതായത് സോഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് എന്നാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ കപ്പിൾ, അത് ഈ ദമ്പതികളിലെ അടുത്ത് മാത്രമേ ഇത്രയധികം കഞ്ചാവ് ഉള്ളോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മറ്റ് ശൃംഖലകളുണ്ടോ, മറ്റാളുകൾ ഇതുപോലെ സമാനമായ രീതിയിൽ താമസിച്ച് ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള റെയ്ഡിൽ വ്യക്തമാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ശക്തമായ നടപടികളിലേക്ക് നീങ്ങുമ്പോഴേക്കും ദമ്പതികളെ പിടികൂടുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് ഇരുവരെയും പിടികൂടിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്ത് കിട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും ഇതുണ്ടോ, കേസുണ്ടോ, ഇത് ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ആജ്ഞാന വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.